SRITയും കെൽട്രോണും തമ്മിൽ AI ക്യാമറ സ്ഥാപിക്കുന്നതിന് കരാറിൽ ഏർപ്പെടും മുൻപ് തന്നെ ട്രോയ്സ് എന്ന കമ്പനി നിരത്തുകളിലെ ദൃശ്യങ്ങൾ പകർത്തി. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ട്രോയ്സ് വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ഉപകരാറെടുത്ത പ്രസാഡിയോ കമ്പനിയാകട്ടെ നേരത്തെ തന്നെ പദ്ധതി വിവരങ്ങളും അറിഞ്ഞിരുന്നു. 2020 SRITയുമായി കെൽട്രോൺ AI ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള കരാറിലേർപ്പെട്ടത്. എന്നാൽ വിവാദ ട്രോയ്സ് കമ്പനി 2018 മുതൽ തന്നെ നിരത്തിലെ വാഹനങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി. AI ക്യാമറയുടെ കരാർ കിട്ടാൻ പോകുന്ന കാര്യം ട്രോയ്സും പ്രസാഡിയോയും മുൻകൂട്ടി കണ്ടായിരുന്നു ട്രയൽ. കരാർ കിട്ടാൻ പോകുന്ന കാര്യവും നിരത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളും സഹിതമാണ് ട്രോയ്സും പ്രസാഡിയോയും നിക്ഷേപമിറക്കാൻ മറ്റ് കമ്പനികളെ സമീപിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. അതായത് ക്യാമറ പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ കരാർ നൽകുന്ന കാര്യത്തിൽ തീരുമാനമായെന്ന് ചുരുക്കം. AI ക്യാമറ പദ്ധതിയുടെ വിവരങ്ങളെല്ലാം ഉപകരാറെടുത്ത പ്രസാഡിയോ മുൻകൂട്ടി അറിഞ്ഞു. കെൽട്രോൺ SRITയുമായി കരാർ ഒപ്പിടും മുമ്പ് SRITയിൽ നിന്ന് ഉപകരാറെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ബന്ധു പ്രകാശ് ബാബുവിന് ഇടപാടുള്ള പ്രസാഡിയോ സജ്ജമായി. 2020 സെപ്റ്റംബർ 12 SRIT പ്രസാഡിയോയുമായി ഉപകരാറിൽ ഒപ്പിട്ടത്. അൽഹിന്ദുമായി കരാറിൽ ഒപ്പിട്ടതിന് പിന്നാലെ ട്രോയ്സ് ഡയറക്ടർ അൽഹിന്ദിനെ സമീപിച്ച് 49 കോടിയുടെ ക്യാമറകൾ വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ട്രോയ്സിന് വേണ്ടി പ്രസാഡിയോ കമ്പനിയാണ് അൽഹിന്ദുമായി ചർച്ച നടത്തിയത്. ക്യാമറയുടെ സാങ്കേതിക മികവ് ഉൾപ്പെടെ 65 പേജ് വരുന്ന വിശദമായ റിപ്പോർട്ട് ട്രോയ്സ് കമ്പനി അൽഹിന്ദിന് നൽകിയിരുന്നു. അൽഹിന്ദ് പിന്നീട് കരാറിൽ നിന്ന് ഒഴിവായി. എന്നാൽ നിരത്തുകളിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ കാണിച്ച് ട്രോയ്സും പ്രസാഡിയോയും കൂടുതൽ കമ്പനികളെ ഇതിലേക്ക് എത്തിക്കുകയായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിലെ നിരത്തുകളിലോടുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ട്രോയ്സിന് അനുമതി നൽകിയതാരാണ്? ട്രോയ്സും പ്രസാഡിയോയും മറ്റെന്തൊക്കെ നീക്കങ്ങൾ നടത്തി? ഇനിയും വരും ദിവസങ്ങളിൽ പുറത്തുവരാനുള്ള കാര്യങ്ങളാണിത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. AI ക്യാമറ ഇടപാടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ലൈറ്റ് മാസ്റ്ററുമായി ജെയിംസ് പാലമറ്റം പ്രൈം ഡിബേറ്റ്. 75 കോടിയിൽ തീർക്കാവുന്ന പദ്ധതിയാണിത്. 151 കോടിയിൽ ബാക്കി വീതം വെക്കാമെന്ന് പ്രസാഡിയോ ഉറപ്പു നൽകിയെന്നും ജെയിംസ് പാലമറ്റം പ്രതികരിച്ചു. ജെയിംസ്, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹത്തിന് താങ്കളോട് ഒരു ചോദ്യമുണ്ടെന്ന്. ചോദിച്ചോളൂ സാറേ. മിസ്റ്റർ ജെയിംസ്, എനിക്ക് ഒറ്റ കാര്യമാണ് അറിയേണ്ടത്. താങ്കൾ ഇവിടെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് താങ്കൾക്ക് 75 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ തന്നു എന്നും ആ 75 കോടി രൂപയിൽ ആ പ്രോജക്ട് ഫുൾ സക്സസ്ഫുൾ ആക്കി റണ്ണിംഗ് കണ്ടീഷനിലാക്കി റോൾ ഔട്ട് ചെയ്ത് നിങ്ങൾ സർക്കാരിനെ ഏൽപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് ഇതേ പർച്ചേസ് ഓർഡറിന്റെ ബേസിസിൽ ട്രോയ്സ് ഇത്രയും എക്യുപ്മെന്റ്സ് 60 കോടി രൂപയ്ക്ക് തരുമെന്നും, അല്ലെ 50 കോടി രൂപയ്ക്ക് തരുമെന്നും, 50 കോടി രൂപയ്ക്ക് തരുമെന്നും, ബാക്കി അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ചെലവുകൾക്കായി 50 കോടി രൂപയ്ക്ക് തരുമെന്നും, ബാക്കി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള ബാക്കി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഉൾപ്പെടെയുള്ള ചെലവ് 18 കോടി രൂപയാണെന്നും, അങ്ങനെ 68 കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് തീർക്കാൻ കഴിയുമെന്നും, ബാക്കി 7 കോടി രൂപ താങ്കളുടെ ലാഭവിഹിതമായി കണക്കാക്കുന്നു എന്നും വെച്ചുകൊണ്ടാണ് 75 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ താങ്കൾ കൈപ്പറ്റിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയാണോ? യാതൊരു വ്യത്യാസമില്ലല്ലോ. അപ്പോൾ ഈ പ്രതീക്ഷ പോലെയുള്ള തുക ആവശ്യമില്ല നടത്താൻ. ഈ പറഞ്ഞ 68 കോടി രൂപയ്ക്ക് ഈ പറഞ്ഞ 68 കോടി രൂപയ്ക്ക് അപ്പുറത്തേക്ക് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ ഈ 151 കോടി രൂപയിൽ? അതിന്റെ ചെലവുകൾ ഈ ബാക്കിയുള്ള 75 അതിന്റെ 50% പ്രസാഡിയോയ്ക്ക് ഒരു PO പോയിട്ടുണ്ടല്ലോ, അതിന്റെ അകത്തൂടെ ചെലവുകൾ മാനേജ് ചെയ്യാനാ ബാക്കിയുള്ളത്. 75 കോടി വേണ്ടി വരുമോ ഈ പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ? അതായത് ഏകദേശം അത്രയും തുക തന്നെ മറ്റു ചെലവുകൾക്ക് വേണ്ടി വരുമെന്നോ? അത്രയും തുക വരുന്നില്ല. അതിന്റെ ബാലൻസ്, അതിന്റെ എമൗണ്ട് അവിടെ ഇവിടേക്ക് ബാക്ക് ഡോറിൽ കൂടെ കുറച്ച് പേയ്മെന്റ് നടത്തേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ ഈ ഗവൺമെന്റ്, എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു, നാച്ചുറലി ഉള്ള ഒരു ചോദ്യം. അതായത് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി വെച്ചുകൊണ്ട് ഗവൺമെന്റ് മാറി മാറി വരുമ്പോൾ ഈ പ്രൊജക്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ച് ഈ പ്രൊജക്ടിന് വേണ്ടി ഇറങ്ങിയാൽ ഗവൺമെന്റ് നമുക്ക് അനുകൂലമാകുക അടുത്ത് വരുന്നൊരു ഗവൺമെന്റ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനാണ് വ്യക്തമായിട്ട് രാംജിത്ത് അതിനൊരു മറുപടി തന്നത്. ഗവൺമെന്റിനെക്കാട്ടിലും ഇതിന്റെ ഡിപ്പാർട്ട്മെന്റൽ ആൾക്കാർ നമുക്ക് വളരെ സപ്പോർട്ടായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റ് മാറാൻ പോകുന്നില്ല, ഈ ഗവൺമെന്റ് തന്നെയായിരിക്കും അടുത്ത പ്രാവശ്യം വരുന്നത്. അത് നമ്മൾ അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നും പറഞ്ഞു. അതെന്താണ് ഈ വേണ്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്? അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഗവൺമെന്റിനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തികമായ ഇൻവോൾവ്മെന്റ് അതിന്റെ പ്രകടമായിട്ടുണ്ടാകണം എന്നുള്ളതായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. അതോടുകൂടി ഞങ്ങളുടെ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു.
ഇപ്പൊ എനിക്കൊന്ന് ജ്യോതികുമാറിന് മനസ്സിലായി കാണും. ജ്യോതികുമാറിനല്ല, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ. മുഖ്യമന്ത്രിക്കെതിരെ കൊല്ലത്ത് കരിങ്കൊടി പ്രതിഷേധം. AI ക്യാമറ അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് RYF പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കൊല്ലം ശക്തികുളങ്ങരയിലായിരുന്നു പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യൂബയും US-ഉം സന്ദർശിക്കും. ജൂണിലാണ് സന്ദർശനം. ജൂൺ 8 മുതൽ 18 വരെയായിരിക്കും മുഖ്യമന്ത്രിയുടെ US ക്യൂബ സന്ദർശനം. മുഖ്യമന്ത്രിക്കൊപ്പം ധനമന്ത്രിയും സ്പീക്കറും ഉൾപ്പെടുന്ന 11-അംഗ സംഘവും ഉണ്ടാകും. ക്യൂബ സന്ദർശനത്തിൽ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി അനുഗമിക്കും. നേരത്തെ മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. ഈ മാസം 8 മുതൽ 10 വരെ നടക്കുന്ന അബുദാബി ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയത്. ഗാർഹിക പീഡന പരാതിയിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ നടപടി. അഡ്വക്കേറ്റ് ബിബിൻ സി ബാബുവിനെ 6 മാസത്തേക്ക് CPM-ൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ജില്ലാ സെക്രട്ടറി R നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന കായംകുളം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് നടപടി. വിഷം ഉള്ളിൽ ചെന്ന് ചികിത്സയിലായിരുന്ന ട്രാൻസ്മാൻ പ്രവീൺ നാഥ് മരിച്ചു. തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ വെച്ച് വിഷം കഴിച്ച പ്രവീൺ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേരളത്തിലെ ആദ്യ ട്രാൻസ് ബോഡി ബിൽഡറാണ് പ്രവീൺ നാഥ്. വാലന്റൈൻസ് ഡേയിൽ വിവാഹിതരായ പ്രവീൺ നാഥും റിഷാന ഐഷുവും വേർപിരിയുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രവീൺ വിശദീകരിച്ചിരുന്നു. വാർത്തകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് പ്രവീൺ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സ്വവർഗ വിവാഹത്തെ എതിർത്ത് സിറോ മലബാർ സഭ. സഭയുടെ നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഭാരതീയ സംസ്കാരത്തിൽ വിവാഹം എതിർലിംഗത്തിലുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണെന്ന് സഭ വ്യക്തമാക്കി. കടുത്തുരുത്തിയിൽ സൈബർ ആക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതിയും മരിച്ച നിലയിൽ. പ്രതി അരുൺ വിദ്യാധരനെ കാഞ്ഞങ്ങാട് ലോഡ്ജ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 2-ാം തീയതിയാണ് ഇയാൾ ഇവിടെ മുറിയെടുത്തത്. പെരിന്തൽമണ്ണ സ്വദേശി രാജേഷ് കുമാർ എന്ന പേരിലായിരുന്നു മുറിയെടുത്തത്. അരുൺ വിദ്യാധരാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തൃശൂർ കാട്ടൂർ നെടുമ്പുരയിൽ 13-കാരന്റെ മരണം ഭക്ഷ്യവിഷബാധ മൂലമെന്ന് പരാതി. കൊട്ടാരത്തെ വീട്ടിൽ ഹമദാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വാഗമണ്ണിൽ കുടുംബസമേതമുള്ള ഉല്ലാസയാത്രയ്ക്കിടെ കഴിച്ച ബിരിയാണിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നാണ് ആരോപണം. ആലപ്പുഴ കൊമ്മാടി പാലത്തിന്റെ അപ്രോച്ച് റോഡിലെ കുഴിയിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു. അവലുകുന്ന് സ്വദേശി ജോയിയാണ് മരിച്ചത്. നിർമ്മാണ സ്ഥലത്തെ ഇരുട്ടുമൂലം അപകട സാഹചര്യം കണക്കിലെടുത്ത് വൈദ്യുതി നൽകാൻ പ്രദേശവാസികൾ തയ്യാറായിരുന്നെങ്കിലും പൊതുമരാമത്ത് കരാറുകാരൻ ഇത് നിഷേധിക്കുകയായിരുന്നു. PT ഉഷയ്ക്കെതിരെ എഴുത്തുകാരൻ T പത്മനാഭൻ. ഉന്നത സ്ഥാനത്തുള്ള ചില മലയാളികളെക്കുറിച്ച് അഭിമാനിക്കുമ്പോൾ PT ഉഷയെ ഓർത്ത് തല താഴ്ത്തേണ്ട സ്ഥിതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുസ്തി താരങ്ങളെ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല. ഉഷയ്ക്ക് കായിക മേഖലയിൽ മാത്രമല്ല പല മേഖലയിലും ഗുണം കിട്ടിയിട്ടുണ്ട്. സ്ഥാനം വഹിച്ചാണ് ഇപ്പോഴത്തെ ഉഷയുടെ പ്രവർത്തനങ്ങളെന്നും T പത്മനാഭൻ കുറ്റപ്പെടുത്തി. ഞാൻ മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മലയാളി എന്നതിൽ സഹിക്കാൻ കഴിയാത്ത നാണം നിമിത്തം ഞാൻ തലതാഴ്ത്തുന്നു. മലയാളിയായ PT ഉഷ ഈ സമരം ചെയ്യുന്ന ഗുസ്തിതാരങ്ങൾക്കെതിരെയാണ് സംസാരിച്ചത്. ഇപ്പോൾ നിവൃത്തിയില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇവരെ കാണാൻ പോയിരിക്കുന്നു. ഉഷക്ക് കായിക മേഖലയിൽ മാത്രമല്ല പല മേഖലകളിലും ഗുണം കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടുകയും വേണം. അപ്പോൾ ഇതിനപ്പുറവും അവർ പറയുകയും ചെയ്യുകയും ചെയ്യും. കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള ലഹരിക്കും കഞ്ചാവ് മിഠായിക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസ്. കൊച്ചിയിൽ കഞ്ചാവ് മിഠായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ലഹരിയുടെ സാന്നിധ്യം പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ മയക്കുമരുന്ന് നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തി ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ R ജയചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് 18 ഇംപാക്ട്. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി ലഹരി മാഫിയ കുട്ടികളെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്തേക്ക് കഞ്ചാവ് മിഠായി ഇറക്കുന്നതായി ന്യൂസ് 18 അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ലഹരിക്കും കഞ്ചാവ് മിഠായിക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കൊച്ചി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. ലഹരിയുടെ സാന്നിധ്യം
പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ മയക്കുമരുന്ന് നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തി കടുത്ത നടപടി ഉണ്ടാകും. മിഠായികളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം പലതരത്തിലുള്ള പരാതികൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് സ്കൂളിലൊക്കെയുള്ള പരാതികൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഞ്ചാവ് മിഠായി എന്ന് പറഞ്ഞ് അത് പരിശോധനയിൽ ബോധ്യപ്പെടുകയാണെങ്കിൽ അത് മയക്കുമരുന്ന് നിരോധന നിയമത്തിൻ്റെ കീഴിൽ കേസെടുത്തിട്ട് പിന്നെ നിയമാനുസൃത നടപടിയാണ് അതിനകത്ത് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഹരി ഉൽപ്പന്നങ്ങൾ കൂടുതലായി കേരളത്തിലേക്ക് എത്തുന്നത്. സമൂഹത്തിലാകെ ലഹരിയുടെ ഇടപാടുകൾ കൂടിയതിനൊപ്പം കുട്ടികളിലും ഉപയോഗം വർദ്ധിച്ചു. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാറുണ്ട്. അതിനു മുമ്പ് ഡ്രൈ ഡേ, അതായത് സ്കൂളുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ചിട്ട് പ്രത്യേക രീതിയിലുള്ള നിരീക്ഷണങ്ങളും അതുപോലെ ആവശ്യമെങ്കിൽ അത്തരം മേഖലകളിൽ റെയ്ഡും ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എക്സൈസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ എല്ലാ വർഷവും നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ ഈ വർഷവും അതിനനുസൃതമായിട്ടുള്ള നടപടികൾ എല്ലാ ജില്ലയിലും ഉണ്ടാവും. എറണാകുളം ജില്ലയിലും അതിനനുസൃതമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നു. പതിവ് പോലെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേയും നിരീക്ഷണങ്ങളും ഉണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സംയുക്ത നിരീക്ഷണങ്ങൾ നടത്താനും കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനുള്ള പദ്ധതികൾ വിപുലപ്പെടുത്താനുമാണ് എക്സൈസിന്റെ തീരുമാനം. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകളിൽ ക്ലാസ് നടത്തരുതെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. നിർദ്ദേശങ്ങൾ ലംഘിച്ച് പല സ്കൂളുകളിലും ക്ലാസുകൾ നടത്തുന്നതായുള്ള വിവരങ്ങളെ തുടർന്നാണ് നിർദ്ദേശം പുറത്തിറക്കിയത്. ക്ലാസ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും DPI നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് CBSE സ്കൂളുകളിൽ വേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്തുന്നത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് DPIയുടെ നടപടി. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയിലെ കെടുകാര്യസ്ഥത മൂലം ദുരിതമനുഭവിക്കുന്ന ആലപ്പുഴ ഹരിപ്പാട്ടെ ഒരു ഭൂപ്രദേശമുണ്ട്. കുരിശിക്കടവ് പാലത്തിന്റെ ഇരു കരകളിലുമായുള്ള ജനവിഭാഗമാണത്. അരനൂറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഇതുവരെ പൂർത്തിയായില്ല എന്ന് മാത്രമല്ല, പദ്ധതി പ്രദേശം ഗുരുതര പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുകയുമാണ്. ന്യൂസ് 18 അന്വേഷണം. മൂന്നാറുകളുടെ ജലം തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്ന ലീഡിംഗ് ചാനലാണ് ഈ കാണുന്നത്. പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളത് കോടികൾ മുടക്കി തുരുമ്പ് പിടിച്ചു കിടക്കുന്ന കുറിച്ചിക്കടവ് പാലം. പാലം പൂർത്തിയായില്ലെന്ന് മാത്രമല്ല, ഈ നിർമ്മാണത്തിന്റെ അവശേഷിപ്പുകൾ ജനങ്ങൾക്ക് ദുരിതം വിതറുക കൂടിയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് കുറിച്ചിക്കടവ് പാലത്തിന്റെ നിർമ്മാണം പകുതി പൂർത്തിയായ ഭാഗമാണ്. നമുക്ക് കാണാം, ക്രെയിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ നശിച്ചു പോയിരിക്കുന്നു. ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു, ആ ജനറേറ്ററിന്റെ ഉള്ളിലുള്ള പാർട്സ് ഒന്നുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 ജങ്കാറുകൾ ഉണ്ടായിരുന്നു, ആ ജങ്കാറുകളും ഇപ്പോൾ ഒന്ന് ഈ വെള്ളത്തിൽ താഴ്ന്നു പോയിട്ടുണ്ട്. അത്തരത്തിൽ സർക്കാരിന്റെ പണം വലിയ തോതിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്ര 6 വർഷക്കാലമായിട്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാത്തതിലോ അല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോകുന്നതിലോ യാതൊരുവിധ ഖേദവും പൊതുമരാമത്ത് വകുപ്പ് അടക്കം കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ കിടക്കുന്ന ക്രെയിൻ ആണെങ്കിലും മറ്റേ ജനറേറ്ററുകൾ അക്കരയിലും ഇക്കരയിലും ഒക്കെ ഉള്ളതിന്റെ ഫ്രെയിം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടുന്ന് ആൾക്കാർ കൊണ്ടുപോയി. എത്ര വർഷമായിട്ട് ഇങ്ങനെ കിടക്കുവോ? 18 വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് പിന്നെ പണിയൊന്നും നടന്നിട്ടില്ല. നിങ്ങൾ നാട്ടുകാരൊക്കെ പരാതിയൊക്കെ കൊടുത്തു? നാട്ടുകാരൊക്കെ ഒരുപാട് ഇവിടെ ഉപരോധവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 2 ജങ്കാറുകൾ ഇപ്പോൾ ഉള്ളത് ലീഡിംഗ് ചാനലിന്റെ ആഴങ്ങളിലാണ്. ഈ കിടക്കുന്ന ജങ്കാറ ഇവിടെ കിടക്കുന്നു. ഇത് കാരണം ഒഴുക്ക് ശരിക്ക് പിടിക്കുമ്പോഴത്തേക്കും വെള്ളം 2 കരയിലും കൊണ്ടിട്ട് സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണത്തിന് വന്ന ജങ്കാറാണോ? നിർമ്മാണത്തിന് വന്ന ജങ്കാറ. ഇതിപ്പോ വലിയ ജങ്കാറല്ലേ? വലിയ ജങ്കാറ ഇവിടുത്തെ അങ്ങനെ വേണ്ട. അതിന്റെ ഭാഗം തന്നെ അതാണല്ലേ? അത് സൈഡ് ജങ്കാറുകൾ ചാനലിന്റെ സ്വാഭാവിക ഒഴുക്കു തടഞ്ഞ് ഇരു കരകളുടെയും തിട്ടകളെ തകർത്തു തുടങ്ങി. കാരമുട്ട ദ്വീപ് കാലവർഷമോർത്ത് ഭയന്നിരിക്കുന്നു. ചുറ്റും കോടികൾ വിലമതിക്കുന്ന ക്രെയിനും മോഷ്ടിക്കപ്പെട്ട നിലയിൽ ജനറേറ്ററുകളുമടക്കം കെടുകാര്യസ്ഥതയുടെ സ്മാരകങ്ങൾ. എല്ലാ പാർട്ടികളും ഓരോരുത്തർ അഴിച്ചു കൊണ്ടുപോയി എല്ലാം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇതിന്റെ പാർട്ടികളാണ്, ഇതിനകത്തൊക്കെ ഒന്നുമില്ല. ഇതിന്റെ പാർട്ടികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് അതിന്റെ ബോർഡുകളെല്ലാം താഴെ ഇട്ടേക്കുന്നു.
അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വെള്ളി മെഷീനാണെങ്കിൽ ഇത് വെള്ളി മെഷീനാണോ ചേട്ടാ? വെള്ളി മെഷീനാണ്. ഇതെല്ലാം നശിച്ചൊക്കെ ഇത്ര വേറെ മെഷീനൊക്കെ ഉണ്ടായിരുന്നു, ഒരൊത്തിരി എടുത്തുകൊണ്ട് പോയി ഇവിടെ കിടന്നു. ഇതുകൊണ്ട് എൻ്റെ വയറൊക്കെ ഇങ്ങനെയുണ്ട്. അവിടെ നിന്ന് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ആൾക്കാർ കൊണ്ടുപോയി. ഇതുപോലെ എൻ്റെ അപ്പുറത്ത് അടുത്തത് നഷ്ടം മൂലം നിർമ്മാണ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തെന്ന പൊതുമരാമത്ത് വൃത്തങ്ങൾ അറിയിക്കുമ്പോഴും കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങളടക്കം പിടിച്ചെടുത്ത പണം ഈടാക്കാൻ വർഷങ്ങളായി ചെറുവിരലനക്കിയില്ല. മറുകരയിലെത്തിയാൽ നശിച്ചുപോയ 100 കണക്കിന് പാക്കറ്റ് സിമന്റ് കാണാം. മഴക്കാലം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ശ്വാസമടക്കി പിടിച്ച് ശക്തമായ ഓളങ്ങളെ അതിജീവിച്ച് വേണം കുറിച്ചിക്കടവുകാർക്ക് ഇപ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളെ പഠിക്കാനായി മറുകരയിലെത്തിക്കാൻ. പാലത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച പൊതുജനങ്ങളുടെ പണം വെള്ളത്തിലാഴ്ന്നു പോകുമ്പോൾ ജനം ഇന്നും ദുരിതയാത്ര തുടരുകയാണ്. നിർമ്മാണ വസ്തുക്കളുടെ ശവപ്പുറമ്പാണ് ഹരിപ്പാട് കുറിച്ചിക്കൽ കടവ്. ഇന്ന് കോടികൾ വെള്ളത്തിലാക്കി ജനങ്ങൾക്ക് പാലം നൽകിയില്ല എന്ന് മാത്രമല്ല, ഗുരുതര കായൽ മലിനീകരണം കൂടി ഈ നിർമ്മാണം ബാക്കി വെക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഹരിപ്പാട് കരുവാറ്റയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സർക്കാർ വർദ്ധിപ്പിച്ച ഉയർന്ന കെട്ടിട നികുതി വേണ്ടെന്ന തീരുമാനത്തിൽ എറണാകുളം ജില്ലയിലെ മരട് നഗരസഭ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമെടുത്തു. ഉയർന്ന കെട്ടിട നികുതി ഈടാക്കി ജനങ്ങളെ പിഴിയുകയെന്ന സർക്കാർ തീരുമാനം നടപ്പിലാക്കില്ല എന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ പറഞ്ഞു. UDF എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് മരട് നഗരസഭ ഉയർന്ന നികുതി വേണ്ടെന്ന് വെക്കുന്നത്. എറണാകുളം ജില്ലയിലെ UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ സർക്കാർ വർദ്ധിപ്പിച്ച ഉയർന്ന കെട്ടിട നികുതി ഈടാക്കില്ല. ആശ്വാസം നൽകുന്ന തീരുമാനമാണ് UDF കൈക്കൊണ്ടതെന്നും അത് നടപ്പാക്കുകയാണെന്നും മരട് നഗരസഭ വ്യക്തമാക്കി. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വെള്ളമാണെങ്കിലും കറണ്ടാണെങ്കിലും വൈദ്യുതി ചാർജും നിത്യോപയോഗ സാധനവും എല്ലാം വർദ്ധിച്ച സമയത്ത് ഇന്ന് കെട്ടിടത്തിൻ്റെ നികുതി കൂടി വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ തനത് വരുമാനത്തിൽ അല്പം കുറവ് വന്നാലും നഗരസഭ ഇന്ന് കാണുന്നത്, കാരണം നഗരസഭയുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ, അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടുകൂടിയാണ് നഗരസഭ ഇപ്പോൾ KPCC പറഞ്ഞിട്ടുള്ള തീരുമാനം, അല്ലെങ്കിൽ ഇവിടെ UDF പറഞ്ഞിട്ടുള്ള തീരുമാനം വലിയ സന്തോഷമായിട്ട് മരട് നഗരസഭ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കാൻ പോകുന്നു. അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും അടക്കം പുതിയ വീടുകൾക്ക് വൻ നികുതി വർധനവാണ് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. എറണാകുളം ജില്ലയിലെ UDF ഭരണത്തിന് കീഴിലുള്ള 48 പഞ്ചായത്തുകളും 7 മുനിസിപ്പാലിറ്റികളും ഉയർന്ന നികുതി ഈ രീതിയിൽ വേണ്ടെന്ന് വെക്കും. ന്യൂസ് 18 കൊച്ചി. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണം അനിശ്ചിതത്വത്തിൽ. 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം പൂർണ്ണമായി നൽകാൻ കഴിയില്ലെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. 50% ശമ്പളം ആദ്യ ഗഡുവായി നൽകാമെന്നും മറ്റു കാര്യങ്ങൾ അറിയില്ല എന്നുമാണ് മാനേജ്മെന്റ് വാദം. എന്നാൽ മുഖ്യമന്ത്രി നൽകിയ വാക്ക് പാലിക്കുമെന്ന വിശ്വാസത്തിലാണ് യൂണിയൻ. 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം പൂർണ്ണമായി നൽകുമെന്നാണ് മുഖ്യമന്ത്രി യൂണിയനുകൾക്ക് നൽകിയ ഉറപ്പ്. ശമ്പള വിഷയത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കുമെന്നാണ് യൂണിയനുകളുടെയും വിശ്വാസം. എന്നാൽ 5-ാം തീയതിക്ക് മുമ്പ് പകുതി ശമ്പളം മാത്രമേ നൽകാൻ കഴിയൂമെന്നാണ് മാനേജ്മെന്റ് ആവർത്തിക്കുന്നത്. ഫയൽ ധനവകുപ്പിന്റെ കയ്യിലാണെന്നും മുഴുവൻ ശമ്പളം നൽകാൻ കഴിയുമോ എന്ന് അറിയില്ല എന്നും CMD പറയുന്നു. അതേസമയം ശമ്പളം ഗഡുക്കളായി നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ആവശ്യപ്പെടുന്നു. 5-ാം തീയതിക്ക് മുമ്പ് തൊഴിലാളിക്ക് ഒറ്റ ഗഡുവായി തന്നെ ശമ്പളം കൊടുക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൊടുക്കണമെന്ന് തന്നെയാണ്. ഞങ്ങൾ അവിടെയാണ് ഉറച്ചു നിൽക്കുന്നത്. അല്ല, ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഓടി വരുന്ന കാശ്, തൊഴിലാളി ഉണ്ടായിക്കൊണ്ടുവരുന്ന പൈസ ഡീസലിനും കൊടുത്ത് ശമ്പളം കൊടുക്കാനുള്ള പൈസ 5-ാം തീയതിക്കകത്തും ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സർക്കാരിൽ നിന്നങ്ങനെ കാശ് കിട്ടാനുണ്ടെങ്കിൽ അത് പിന്നീട് കിട്ടുമ്പോൾ ബാക്കിയുള്ള ചിലവുകൾക്ക് കാശ് എടുക്കാം. ശമ്പളം കൊടുക്കാതിരിക്കാൻ ഒരു ന്യായീകരണവും ഇല്ല. അത് കൊടുക്കണമെന്നുള്ളതാണ്. കൊടുത്തില്ലെങ്കിൽ തൊഴിലാളി വീണ്ടും പ്രക്ഷോഭ സമരങ്ങളിലേക്കൊക്കെ തൊഴിലാളി. 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം തരാം എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഉറപ്പ് മുമ്പും ഇതുപോലെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെയാണോ അതേ മന്ത്രിസഭയുടെയാണോ അതേ മാനേജ്മെൻറ്റിൻ്റെയാണോ പിടിപ്പുകേട് കൊണ്ട് തരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഈ 5-ാം തീയതി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞ ഞങ്ങൾക്ക് ഉറപ്പ് വിശ്വാസമാണെങ്കിലും തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനും ഇടയിൽ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽപ്പുണ്ട്.
കഴിഞ്ഞ ഓണത്തിനും മുഖ്യമന്ത്രി ശമ്പള വിഷയത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് നടപ്പായില്ല. കൂടാതെ വരും മാസത്തിൽ ശമ്പളം മുഴുവനായി നൽകുമെന്ന ഉറപ്പ് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുമില്ല. അതേസമയം ഏപ്രിലെ ശമ്പളം നൽകാൻ 50 കോടി രൂപ സർക്കാർ ധനസഹായം ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് സർക്കാരിനെ സമീപിച്ചിട്ടുമുണ്ട്. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. KSCB-യിലെ കരാർ തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുന്നു. ശമ്പള വർധനവടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CATUവിന്റെ നേതൃത്വത്തിലാണ് സമരം. വൈദ്യുതി ഭവന് മുന്നിൽ ആരംഭിച്ച സമരം 9 ദിവസം പിന്നിടും. സംവരണ വിഷയത്തിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ മണിപ്പൂരിലുണ്ടായ സംഘർഷം നിയന്ത്രിക്കാൻ കടുത്ത നടപടിയുമായി ഗവർണർ. ഷൂട്ട് അറ്റ് സൈറ്റിന് അനുമതി നൽകി ഗവർണർ ഉത്തരവിറക്കി. ആവശ്യമെങ്കിൽ അക്രമികളെ വെടിവെക്കാനാണ് നിർദ്ദേശം. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ഹർജിയിലെ നടപടികൾ സുപ്രീംകോടതി അവസാനിപ്പിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ഗുസ്തി താരങ്ങളുടെ ആവശ്യം നടപ്പായെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീംകോടതി നിലപാട്. പരാതി ഉണ്ടെങ്കിൽ വിചാരണ കോടതിയോ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് കോടതി പറഞ്ഞു. അതേസമയം ഗുസ്തി താരങ്ങളുടെ സമരത്തിനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് അനിൽ ദുജാന കൊല്ലപ്പെട്ടു. മീററ്റിൽ ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് അനിൽ ദുജാന കൊല്ലപ്പെട്ടത്. UPSTFും അനിൽ ദുജാന സംഘവും തമ്മിൽ മീററ്റിൽ നേരിട്ട് ഏറ്റുമുട്ടലുണ്ടായതായാണ് പ്രാഥമിക വിവരം. അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ ഏറ്റുമുട്ടലിനെ കുറിച്ച് പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും അതിന് നല്ല ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല. എന്നാൽ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും അത്തരമൊരു ദൃശ്യം സഞ്ചാരികൾക്ക് കിട്ടി. പേരില്ല കാട്ടുകൊമ്പന്മാരുടെ ഏറ്റുമുട്ടൽ. പൂർണ്ണമാകുന്നു. നമസ്കാരം.